Hello, welcome back to my YouTube channel Arya Tamrapli's vlog. സോ ആഫ്റ്റർ എ ലോങ് ടൈം അല്ലേ, കുറേ ദിവസമായി, എനിക്ക് തോന്നുന്നു ഒരു 2 മാസമായി കാണും വ്ളോഗൊക്കെ എടുത്തിട്ട്. ഞാൻ ആകെ തിരക്കായിപ്പോയി, ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലാസ്, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഒരു മോണ്ടിസറിയുടെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ എക്സാംസ് എല്ലാം കൂടി ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഫാമിലിയിൽ ഒരു ലോസ് ഉണ്ടായി. എൻ്റെ അമ്മയുടെ അച്ഛൻ, അതായത് എൻ്റെ മുത്തശ്ശൻ, ഞാൻ മുൻപ് വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ഗുരുവായൂരുള്ള. അപ്പം മുത്തശ്ശനും മരിച്ചുപോയി. അപ്പം അതിൻ്റെയൊക്കെ വിഷമവും ആകെ തിരക്കായിപ്പോയി. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ കുറേ ആയി ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ചെയ്യാം. അപ്പം എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, എന്തായാലും ഒന്നും ഇടാത്ത വ്ളോഗ്, എന്താ ഇടാത്ത, എന്താ പറയുക, കമ്പൽസറി ആയിട്ട് ഇടണം, മുടക്ക് വരുത്തരുത്, അങ്ങനെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം അതിനൊക്കെ. പിന്നെ എനിക്ക് 2K സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞു. ഇപ്പോഴേ 2000 സംതിങ് 700 ആയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ഞാൻ വ്ളോഗും ഷോർട്സും ഒന്നും ഇടാഞ്ഞിട്ട് പോലും കുറേ പേര് സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷം. എനിക്ക് ഒരുപാട് എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി മാത്രമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ കേട്ടോ. ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു റിഹേഴ്സൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഇവിടെ ആലപ്പുഴ അമ്പലപ്പുഴയിലൊക്കെ ചെറപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അമ്പലമുണ്ട്, മൂടാമ്പാടി അമ്പലം, ദേവീക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു പ്രോഗ്രാം, ഞാനും എൻ്റെ ഒരു കസിൻ സിസ്റ്ററും, എനിക്കൊരു ചേച്ചിയുണ്ട് ഇവിടെ, ഞങ്ങൾ 2 പേരും കൂടിയിട്ടൊരു പ്രോഗ്രാം, ഒരു സംഗീത സദസ്സ് പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ 20th ഡേറ്റ് വരുന്നത്, പ്രോഗ്രാം ഡേറ്റ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് റിഹേഴ്സൽ ഡേ ആണ് ഇന്ന്. അപ്പോൾ ചേച്ചിയുടെ ഒരു ടീച്ചറുണ്ട്, പാട്ട് ടീച്ചർ, അനിത ടീച്ചർ, RLV അനിത ടീച്ചറെ വീട്ടിൽ വെച്ചിട്ടാണ് ഇന്ന് റിഹേഴ്സൽ നടത്തുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതൊരു വ്ളോഗായിട്ട് എല്ലാവരെയും എത്തിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പക്കമേളം എടുക്കുന്ന സാറുമാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നൊരു റിഹേഴ്സൽ ഒരു വ്ളോഗ് എടുക്കാം, കുറേ ആയല്ലോ ഒരു വ്ളോഗ് എടുത്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ, ഇന്ന് അങ്ങനെ ഒരു ഡേ ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം. എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, മാക്സിമം ഞാൻ എടുക്കാൻ നോക്കും, കുറേ ആയല്ലോ എടുത്തിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ വ്ളോഗ് കാണുക, സപ്പോർട്ട് ചെയ്യണം. ഇനിയും ആരെങ്കിലും കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഇനി ഇടാൻ പോണ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ എൻ്റെ അടുത്ത് ഒരു കാര്യം വിട്ടുപോയി. എൻ്റെ അടുത്ത് 2-3 പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഷോർട്സിലൊക്കെ, ചേച്ചിയുടെ വെയിറ്റ് ലോസ് ജേണി ഒന്ന് ഇടുമോ എന്നുള്ളത്. ഞാൻ ഇടാം, കുറച്ചും കൂടിയും വെയിറ്റൊക്കെ ഒന്ന് കുറയാനുണ്ട്. ഞാനിപ്പോൾ ആക്ച്വലി നല്ലൊരു ഡയറ്റിലൊക്കെയാണ്, കുറഞ്ഞു വരുന്നു. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ എന്നറിയില്ല. ഫസ്റ്റ് എടുത്ത വീഡിയോസ്, ഇപ്പോൾ പൊതിച്ചോറിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഉണ്ട്, അതിലൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ തോന്നുന്നു, ഈശ്വര ഇത്ര വണ്ണം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഡിഫറൻസ് അറിയണമെങ്കിൽ നിങ്ങൾ മുന്നെടുത്ത വീഡിയോസൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ദ്വാരകയിൽ പോയ ട്രിപ്പിൻ്റെ വീഡിയോ അതൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം എനിക്ക് നല്ല ചേഞ്ച് എനിക്ക് തന്നെ അറിയാനുണ്ട്. ഇവിടെ ആണെങ്കിലും ബോണൊക്കെ ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ. എന്നാലും ഇനി ഒരുപാട് കുറയാനുണ്ട്. എന്നാലും കുറേ എനിക്ക് തോന്നുന്നു 12 kgs ഞാനൊരു വെയിറ്റ് ലോസ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതും നിങ്ങൾക്ക്, അപ്പോൾ 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചു അതിൻ്റെ ജേണി ഒന്ന് കാണിക്കുമോ എന്ന്. അപ്പോൾ അതും ഞാൻ ചെയ്യാം. അതൊന്നും എനിക്ക് കുറച്ച് ഗ്യാപ്പ് തരണം. അപ്പോൾ ഞാൻ എല്ലാം ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന പോലെ ഇന്ന് റിഹേഴ്സൽ ഡേ ആണ്. അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് മുഖത്തെല്ലാം കഴിഞ്ഞു. ഇനി മുടി കെട്ടിയിട്ട് ഞാൻ എൻ്റെ 2 വീലറിൽ തന്നെയാണ് ഞാൻ പോണത്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയെല്ലാം നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഓക്കെ. സോ ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഓൾറെഡി റെഡിയാണ്, ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടിയെന്ന് മാത്രം. അപ്പോൾ ഞാൻ പോവുകയാണ്. അപ്പോൾ റിഹേഴ്സലിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഇല്ലാതില്ല. ആക്ച്വലി ഇത് ഞങ്ങളുടെ സെക്കൻഡ് റിഹേഴ്സലാണ് കേട്ടോ. ഒരു റിഹേഴ്സൽ കുറച്ച് ദിവസം മുൻപ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നൊരു ലാസ്റ്റ് റിഹേഴ്സൽ എന്ന് പറയണ പോലെ ഇന്നൊരു റിഹേഴ്സലാണ്. എന്താവുന്ന കണ്ടറിയാം. ഇനിയിപ്പോൾ തെറ്റിച്ചാൽ, സാറുമാരൊക്കെ നല്ല അടിപൊളി സാറാട്ടോ. നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അവർ നിർത്തിയിട്ട് വീണ്ടും നമ്മളെ കൊണ്ട് ശരിയാവണം അവരെ പാടിപ്പിക്കുകയൊക്കെ ചെയ്യും. നല്ല കംഫർട്ടബിളാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് എല്ലാവരെയും കാണാം, എല്ലാം ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് പോകാം. ഞാൻ റെഡിയായി. അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല വെയിലാണ്. അപ്പോൾ എല്ലാവരും സൺസ്ക്രീനൊക്കെ പരട്ടി നല്ല പോലെ അലേർട്ടായിട്ടിരിക്കുക. കാരണം നമ്മുടെ പ്രകൃതി മാറുന്നത് നമുക്കറിയില്ല. ഇന്നലെ മഴയാണെങ്കിൽ ഇന്ന് വെയിലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ സൈഡിലാണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ കോട്ടൊക്കെ ഇട്ട് ഞാൻ പോവാണ് കേട്ടോ ഗൈസ്.
സോ ഫൈനലി ഇത് ടീച്ചറുടെ വീടാണ്. ഞാൻ പറഞ്ഞില്ലേ അനിത ടീച്ചർ. അപ്പോൾ ഇവിടെയാണ് റിഹേഴ്സൽ നമുക്ക് നടത്തുന്നത് കേട്ടോ. അപ്പോൾ RLV അനിത ടീച്ചർ എന്നാണ് ഇവിടെയൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ടീച്ചറുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ വീടും ഈ പരിസരവും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഇവിടെ വന്നു കഴിഞ്ഞത്. കണ്ടില്ലേ, നല്ലൊരു ഊഞ്ഞാൽ, പിന്നെ മൊത്തം പ്രകൃതി രമണീയമാണ് ഗൈസ്. കാരണം അത്ര അടിപൊളിയാണ്. ടീച്ചർക്ക് കുറേ ചെടികളും ഗാർഡൻ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഫ്രണ്ടിൽ തന്നെ ഇതാ ഇങ്ങനൊരു കുളം പോലെ അമ്പലം താമരയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇത്. സ്ഥലമാണ് ഇപ്പോഴും അതെ കേട്ടോ. കാരണം ഭയങ്കര പോസിറ്റിവിറ്റിയാണേ. അപ്പോൾ ഇത് ടീച്ചറുടെ ബാക്കിൽ ഉള്ള വ്യൂ ആണ് ഗൈസ്. നിങ്ങളിത് കാണണം, എന്ത് രസമാണെന്നറിയോ. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചൂടെന്ന് പറയണതില്ല. നമുക്ക് ഫാനൊന്നും ഇല്ലെങ്കിലും നല്ല കൂളായിട്ടിരിക്കും. ഇത് കണ്ടില്ലേ, ബാക്ക് സൈഡിൽ പാടമാണ്, വയൽ. ഇവിടെയൊക്കെ നമുക്കൊരു ഷൂട്ടും ഡാൻസൊക്കെ ഷൂട്ട് ചെയ്താൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ അത് വയലിൽ കൂടെ 2 പേര് ഇങ്ങനെ നടന്നു പോണതൊക്കെ ആണ് നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇങ്ങനെ ഒരു വാഴത്തോട്ടമൊക്കെ പോലെയുണ്ട്. എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ടീച്ചറുടെ സ്പെഷ്യൽ ചുക്ക് കാപ്പിയാണ് കുടിച്ചോണ്ടിരിക്കുന്നത്. പരീക്ഷണാർത്ഥം. അതെ, ഞാനാണ് ടീച്ചറുടെ ടെസ്റ്റർ. വോയിസ് ഓവർ പിന്നെ ചെയ്യും. കിടക്കാൻ വരും. എനിക്ക് സഹോദര സ്നേഹമൊന്നുമില്ല. മിക്കവാറും മറ്റത് അങ്ങനെ വെച്ചാൽ കിടക്കാൻ വരുന്ന നീ സൂക്ഷിച്ചോണ്ടിരിക്കുക. ഞാൻ നേരത്തെ എത്തി, 9:30. അല്ല, എനിക്ക് ഓഫീസിൽ കയറിട്ട് വരണമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തല്ലേ സോ ഗായ്സ്, അപ്പം ഇതാണ് ഞങ്ങളുടെ സാറുമാർ കേട്ടോ. പക്കമേളം സാറുമാരാണ്. അപ്പോൾ വയലിൻ ഉള്ള സാറാണ് ബിനു മഹാരഥൻ എന്നാണ് സാറിൻ്റെ പേര്. പിന്നെ മൃദംഗം വായിക്കുന്നത് ദിഘോഷ് എന്നാണ് സാറിൻ്റെ പേര്. പിന്നെ ഘടം അനിൽ സാറാണ്. പിന്നെ ഗഞ്ചിറ വായിക്കുന്നത് രാധേഷ് എന്ന് പറഞ്ഞ സാറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പക്കമേളം ടീംസാണ്. അപ്പോൾ ഇവരുടെ കൂടെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാപ്പാസ പാടിക്കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒന്ന് തൊട്ട് വണങ്ങണം കേട്ടോ, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സും ബുക്കും എല്ലാം. അപ്പോൾ അത് ചെയ്യുകയാണ് ഞാനും എൻ്റെ ചേച്ചിയും. ബൈ ദ വേ എൻ്റെ ചേച്ചീനെ പരിചയപ്പെടുത്തിയിട്ടില്ല, എൻ്റെ കസിൻ സിസ്റ്ററാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്, അമ്പലപ്പുഴ അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ എല്ലാം തൊട്ട് തൊഴുതിട്ട് ഇതാ ഞങ്ങൾ ഇനി തുടങ്ങുകയാണ് കേട്ടോ. പ്രാക്ടീസും റിഹേഴ്സലും ഒക്കെ എല്ലാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ.
ഒറ്റയ്ക്കാണ് കേട്ടോ പാടുന്നത്. അപ്പോൾ എനിക്ക് പതിവില്ലാത്ത എന്തോ ഒരു ടെൻഷൻ, എനിക്ക് ഓൾറെഡി എനിക്ക് എന്തോ ഒരു സുഖമില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങ് റിഹേഴ്സൽ എന്തായാലും മുടക്കരുതല്ലോ, കാരണം വല്ലപ്പോഴും കിട്ടുന്ന ചാൻസാണ് ഇതൊക്കെ. ഓർക്കസ്ട്രയും വെച്ച് പാട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അത്രയും എപ്പോഴും കിട്ടണതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും വയ്യെങ്കിൽ കൂടി ഞാൻ ഇന്ന് വരാമെന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ റിഹേഴ്സൽ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണു. അപ്പം ഞാൻ ചുമ്മാ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും പാട്ടുകളുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കാരണം എത്ര ഇത് കണ്ടുകൊണ്ടിരിക്കുക, ബോറടിക്കുക, ആർക്കായാലും ബോറടിക്കും. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഓപ്പിളക്കും ഉണ്ടായിരുന്നു, ചേച്ചിക്കും അതെ. നമുക്കൊരു പിന്നെ വീഡിയോ എടുക്കണമെന്ന് അറിയുമ്പോൾ അതിൻ്റേതായ ഒരു ഇതും എല്ലാം കൂടി അങ്ങ്. അപ്പോൾ അതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു റിഹേഴ്സൽ വീഡിയോ ആണ്. ഇനിയും നമ്മൾ കുറേ ഒരു 3-4 ഭജനകളുണ്ട്, പിന്നെ അയ്യപ്പൻ്റെ പാട്ടുണ്ട്, ഒരു ദേവിയുടെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഒറിജിനൽ അപ്പോൾ 28-നാണ് പ്രോഗ്രാം വരുന്നത്. 2 പ്രോഗ്രാം ഉണ്ട് കേട്ടോ, 28-നും ഉണ്ട് 25-നും ഉണ്ട്. അപ്പോൾ അത് രണ്ടും വ്ളോഗായിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒറിജിനൽ വ്ളോഗിനി വരും. ഇത് റിഹേഴ്സൽ ഡേ ഒരു വ്ളോഗാണ്. അപ്പോൾ ഇനി ഒറിജിനലായിട്ട് ഇനി നിങ്ങൾക്ക് കാണിക്കാൻ ഏതൊക്കെ പാട്ടാണ് പാടുന്നത്, എങ്ങനെയൊക്കെയാണ് പ്രോഗ്രാം എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ചൊന്നുമില്ല. ദിസ് ഈസ് ആര്യ താമരപ്പള്ളീസ് വ്ളോഗ്. ബൈ. അപ്പോൾ ഞാൻ എൻ്റെ സാറുമാർക്കും
ചേച്ചിക്കും ടീച്ചറിനും ഒക്കെ ടാറ്റ പറഞ്ഞ് പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ ഒരു വ്ളോഗിലൂടെ കാണാം. എഗെയിൻ ബൈ.